ഞാൻ താമസിക്കുന്ന സ്ഥലത്തല്ല എൻ്റെ ഡ്രൈവർ ഉണ്ടാവുക. ഞാനൊരിടത്തും ഡ്രൈവർ വേറെടുക്കുക. അതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സ്ഥിരമായി താമസിക്കുന്ന സ്ഥലത്തല്ല എൻ്റെ ഡ്രൈവർ ഉണ്ടാവുക. ആ വിലാസത്തിലില്ലാതെ എന്താ വാടകയാണ്. അദ്ദേഹം കേന്ദ്രത്തിൽ പോയ സമയത്ത് അദ്ദേഹം മാറി. ഒരു 1.5 വർഷക്കാലമായി സോണൽ ഓഫീസർ ഞങ്ങളുടെ ആളല്ലല്ലോ, കോർപ്പറേഷൻ സോണൽ ഓഫീസർ. അദ്ദേഹം പരിശോധിച്ചാൽ 1.5 വർഷമായി സുരേഷ് ഗോപി വാടകയ്ക്ക് താമസിക്കുന്നൊരു വീടാണ്. അദ്ദേഹം വാടക ഒഴിഞ്ഞപ്പോൾ ആ വീട് വിറ്റു. സുരേഷ് ഗോപിക്ക് ആ വാടക വീട് വിലക്കെടുക്കാൻ പറ്റുമോ? ആ വീട് വേറൊരാൾക്ക് വിറ്റു. ഇപ്പം അവിടെ താമസമില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അദ്ദേഹം ഡൽഹിയിലാണ് താമസം എന്നുള്ളത്. പ്രതികരിക്കാൻ മാത്രമുള്ളൊരു സാധനം ഇല്ലാത്തതുകൊണ്ട് വെറുതെ എന്തിനാ പ്രതികരിക്കുന്നത്? 10,75,000 വോട്ടിൽ ഒരാൾ ജയിച്ചിട്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുകയല്ലേ? ഓരോ വിവാദം ഉണ്ടാകുക, എല്ലാ വിവാദത്തിലും അദ്ദേഹത്തിന് എന്താണ്? നമ്മൾ ഒരാൾക്കെതിരെ ആരോപണം വയ്ക്കുമ്പോൾ വസ്തുതയുണ്ടാവണം. ആ വസ്തു അടിസ്ഥാനത്തിലാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ കേസ് സ്വീകാരനെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക. എന്തൊരു നാണക്കേടാണ് ഇതൊക്കെ. സുരേഷ് ഗോപിയെ കാണുവാനില്ല, എന്നാൽ പിന്നെ പ്രിയങ്കാ ഗാന്ധിയെ കാണുവാനില്ല എന്ന് പറഞ്ഞ പരാതി വയനാട്ടിലുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താ ഇവർ പറയാത്തത്? സുരേഷ് ഗോപി മന്ത്രിയായിട്ട് അദ്ദേഹം മന്ത്രിയുടെ ഓഫീസിലെങ്കിലും ഉണ്ട്. പ്രിയങ്കാ ഗാന്ധി ഈ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അപ്പം ഇതൊക്കെ പരിഹാസ്യമാണ്. ഇതൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തകന്മാരും കുറച്ചുകൂടി ഗൗരവവും ഉത്തരവാദിത്ത ബോധവും കാണിക്കണം. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടാണ് എതിരിടേണ്ടത്. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു, BJP ജയിച്ചു. നിങ്ങളിതിനെ പൊളിറ്റിക്കലായിട്ട് നേരിട്, അതല്ലേ ചെയ്യേണ്ടത്? ഇത് ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഒരു മുഴം നീട്ടിയെറിയുകയാണ്. കോൺഗ്രസിനും CPM-നും നന്നായിട്ടറിയാം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ വിജയം ആവർത്തിക്കും. തൃശ്ശൂർ കോർപ്പറേഷനിലും തൃശ്ശൂരിലെ പഞ്ചായത്തുകളിലും ഞങ്ങൾ വിജയം ആവർത്തിക്കും. അതിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യമെടുക്കലാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്നുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇപ്പൊ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് എന്താ കോൺഗ്രസ് പറയാത്തത്? ഇപ്പൊ പ്രസിദ്ധീകരിച്ചത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലല്ലോ, സംസ്ഥാന ഇലക്ടറൽ ഓഫീസറല്ലേ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. വ്യാപകമായിട്ടുള്ള പരാതിയാണ്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ കള്ളവോട്ടിനെ കുറിച്ച് പരാതി വന്നിട്ടുണ്ടല്ലോ. എന്താണ് അതിനെക്കുറിച്ച് ഇവരാരും പറയാത്തത്? ഇപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് കോൺഗ്രസിനും പറയാനില്ല, CPM-നും പറയാനില്ല. CPM-ആണ് ആ കള്ളവോട്ട് ചെയ്തത്. എന്നിട്ട് ആ CPM-ന്റെ കൂടെ കൂടിയിട്ട് ഡൽഹിയിൽ സമരം നടത്തുകയാണ് ഇവർ. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം അഭിപ്രായം പറയേണ്ടത്. വ്യാപകമായ തോതിൽ ക്രമക്കേടാണ്. ഒരു വീട്ടിൽ വ്യത്യസ്ത മതവിഭാഗത്തിലുള്ള ആളുകൾ വോട്ടർമാരാണ്. അതെങ്ങനെ സംഭവിക്കുന്നത്? ഒരേ വീട്ടിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഉണ്ട്. എന്താ വീട് മതേതരമാണോ? അങ്ങനെയൊക്കെയാണ് വോട്ടർ പട്ടിക വന്നിട്ടുള്ളത്. ഈ ക്രമക്കേടിനെ കുറിച്ച് എന്താ ആരും പറയാത്തത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആയിരക്കണക്കിന് ഇരട്ട വോട്ടുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു, പരാതി കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടുത്തെ CPM അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത്? ശിവൻകുട്ടി എന്താ പ്രതികരിക്കുക? ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ, നിയമമണ്ഡലത്തിൽ, ആ നിയമമണ്ഡലത്തിൽ ഇരട്ട വോട്ടിനെ കുറിച്ച് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് CPM-ന്റെ കേന്ദ്രത്തിൽ. ശിവൻകുട്ടി ആദ്യം അതൊക്കെ ഒന്ന് അന്വേഷിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്ക്. എന്നിട്ട് മതി സുരേഷ് ഗോപിക്ക് മേക്കിട്ട് കയറല്ലോ. എന്ത് പരാതിയാ? ആയിക്കോട്ടെ, പരാതി കൊടുത്തോട്ടെ, അന്വേഷിക്കട്ടെ, എന്താ ബുദ്ധിമുട്ട്? സുരേഷ് ഗോപിക്ക് എത്ര പരാതി ഇവർ കൊടുക്കുന്നത്? ഇവരൊരു കാര്യം ചെയ്യട്ടെ, ഒരു കമ്മിറ്റി വേറെ ഉണ്ടാക്കിക്കോട്ടെ സ്ഥിരം പരാതി കൊടുക്കാൻ വേണ്ടി. എന്നാൽ പിന്നെ TN പ്രതാപൻ ഇങ്ങനെ കഷ്ടപ്പെടണ്ടല്ലോ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തല്ല എൻ്റെ ഡ്രൈവർ ഉണ്ടാവുക. ഞാനൊരിടത്തും ഡ്രൈവർ വേറെടുക്കുക. അതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സ്ഥിരമായി താമസിക്കുന്ന സ്ഥലത്തല്ല എൻ്റെ ഡ്രൈവർ ഉണ്ടാവുക. ആ വിലാസത്തിലില്ലാതെ എന്താ വാടകയാണ്. അദ്ദേഹം കേന്ദ്രത്തിൽ പോയ സമയത്ത് അദ്ദേഹം മാറി. ഒരു 1.5 വർഷക്കാലമായി സോണൽ ഓഫീസർ ഞങ്ങളുടെ ആളല്ലല്ലോ, കോർപ്പറേഷൻ സോണൽ ഓഫീസർ. അദ്ദേഹം പരിശോധിച്ചാൽ 1.5 വർഷമായി സുരേഷ് ഗോപി വാടകയ്ക്ക് താമസിക്കുന്നൊരു വീടാണ്. അദ്ദേഹം വാടക ഒഴിഞ്ഞപ്പോൾ ആ വീട് വിറ്റു. സുരേഷ് ഗോപിക്ക് ആ വാടക വീട് വിലക്കെടുക്കാൻ പറ്റുമോ? ആ വീട് വേറൊരാൾക്ക് വിറ്റു. ഇപ്പം അവിടെ താമസമില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അദ്ദേഹം ഡൽഹിയിലാണ് താമസം എന്നുള്ളത്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, വോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എനിക്കുള്ള വോട്ട്, എൻ്റെ വോട്ടർ പട്ടിക ഡിലീറ്റ് ചെയ്ത് എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ നിയമപരമായിട്ട് അവകാശം എനിക്കുണ്ട്. അതെങ്ങനെ ചോദ്യം ചെയ്യാൻ സാധിക്കുക? എൻ്റെ റൈറ്റാണ്. ജനപ്രാതിനിധ്യ നിയമം എനിക്ക് തരുന്ന റൈറ്റാണ്. എനിക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യാം. അതിനാവശ്യമായ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഹാജരാക്കണം. 6 മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഹാജരാക്കി കഴിഞ്ഞാൽ എനിക്ക് വോട്ടവകാശമുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തിലെ ജനപ്രാതിനിധ്യ നിയമത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അയാളത് പഠിക്കട്ടെ ആദ്യം.